അതായത് പാകിസ്ഥാൻ ഷില്ലിങ്ങിൽ BSF ജവാന് വീരമൃത്യു എന്നുള്ള ഒരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അത് 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ ഷില്ലിങ്ങിൽ BSF ജവാൻ വീരമൃത്യു വരിച്ചു എന്നുള്ളൊരു വിവരം വരികയാണ്. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ബി ബാലഗോപാൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ, ഒരു BSF ജവാൻ വീരമൃത്യു വരിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി വരുന്നുണ്ട്. നിരവധി പേർക്ക് പാകിസ്ഥാൻ ഷെല്ലിങ്ങിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ജമ്മുവിൽ. ഈ രീതിയിലാണ് നോക്കൂ, ഒരു ജീവൻ ഇല്ലാതാകുന്നു. എവിടെ പോയി വെടിനിർത്തൽ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നത്. അതിന്റെ തുടർ ചർച്ചകളൊക്കെ നടക്കാനിരിക്കുകയാണ്. എന്താണ് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് ഇനിയും? പാഠം പഠിക്കുന്നില്ല എന്നുള്ള കാര്യം ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. അതായത് മൂന്നാം രാജ്യത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം അവർ അവകാശപ്പെടുന്നുണ്ട്, അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. അതിലൂടെ ഒരു വെടിനിർത്തൽ കരാർ ധാരണയിലേക്ക് എത്തിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്തായാലും പാകിസ്ഥാൻ ആ ഒരു കരാറിനെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളത് ഈ കാര്യത്തിലൂടെ വ്യക്തമാണ്. അതായത് ഇത്തരത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള വെടിവെപ്പ്, അതിനോടൊപ്പം തന്നെ ഈ കില്ലർ ഡ്രോണുകൾ അയച്ചുകൊണ്ടുള്ള പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. അതിൽ പല റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ സ്ഥിരീകരിക്കാം എന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ എന്തായാലും വ്യക്തമാകുന്നത്. നിലവിൽ എന്തായാലും ഇത്തരത്തിൽ വലിയ പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. നമ്മൾ ഈ സീസ് ഫയർ അതല്ലെങ്കിൽ വെടിനിർത്തലുമായി മുന്നോട്ട് പോയില്ല, പക്ഷെ തിരിച്ചടിച്ചു പാകിസ്ഥാന്റെ. അർജുൻ, തിരിച്ചു വരാം. ബി ബാലഗോപാൽ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ബാലു, ഒരു BSF ജവാന് വീരമൃത്യു എന്നുള്ള വിവരവും വരുന്നു, പറയൂ. പൂജ, ഈ വെടിനിർത്തൽ കരാറിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ ഷെല്ലിങ്ങിലാണ് ഇപ്പോൾ ജമ്മുവിൽ ഒരു BSF ജവാന് വീരമൃത്യു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വാർത്താ ഏജൻസിയായ PTI ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ 7 സിവിലിയൻ, അതായത് അതിർത്തി ഗ്രാമങ്ങളിലുണ്ടായിരുന്ന 7 പേർക്കും ഈ പാകിസ്ഥാന്റെ ഭീകരമായ ഈ ഷെല്ലിങ്ങിൽ ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഭീകരമായ ഷെല്ലിംഗ് ആണ് പാകിസ്ഥാൻ അഗ്നൂർ, അതുപോലെ തന്നെ ഉധംപൂർ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന. അഗ്നൂറിന് പുറമെ ഈ തൊട്ടടുത്തുള്ള സാംബ ഉൾപ്പെടെയുള്ള മേഖലകളിലും പാകിസ്ഥാന്റെ ഷെല്ലിംഗ് ഇപ്പോഴും തുടരുന്നുണ്ട്. ശ്രീനഗറിൽ നിന്ന് അത്ര ശുഭകരമായ വാർത്തകളല്ല പുറത്തു വരുന്നത്. ശ്രീനഗറിൽ വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഈ അവിടെയും അതുപോലെ തന്നെ ശ്രീനഗറിലും ജമ്മുവിലും, ഈ 2 പ്രദേശങ്ങളിലും, ജമ്മു കാശ്മീരിന്റെ ഭാഗമായ ശ്രീനഗറിലും ജമ്മുവിലും ഈ ഡ്രോൺ അറ്റാക്കിനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ശ്രീനഗറിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വെടിനിർത്തൽ കരാറിന്റെ ആയുസ് കേവലം 1 മണിക്കൂറിൽ താഴെ, അല്ലെങ്കിൽ 1-2 മണിക്കൂറിൽ താഴെ മാത്രമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മാർക്കോ റൂബിയോ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് അദ്ദേഹം ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. താനും അതുപോലെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വൻസും മണിക്കൂറുകളോളം ചർച്ച ചെയ്താണ്, അതായത് അജിത് ഡോവലും ഡോക്ടർ S ജയശങ്കറും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംഘത്തോടും ആസിഫ് മുനീർ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ സംഘത്തിനോടും ചർച്ച ചെയ്ത് ഈ വെടിനിർത്തൽ കരാറിന് രൂപം നൽകിയിട്ടുണ്ട്. അത് നടപ്പാക്കുന്നതിന് ഈ 2 രാജ്യങ്ങളോടും അദ്ദേഹം നന്ദി പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ്, അതേ പോസ്റ്റ് വരുന്ന സമയത്താണ് പാകിസ്ഥാൻ ഇപ്പോൾ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്കെതിരെ ഇങ്ങനെ ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങൾക്ക് നേരെ ഇപ്പോൾ ഇത്തരം ഷെല്ലിംഗ് നടത്തുന്നതും, അതുപോലെ തന്നെ ഈ ഡ്രോൺ അറ്റാക്കിന് അത് ഉധംപൂരിലും പത്താൻകോട്ടിലും ശ്രീനഗറിലും അതുപോലെ തന്നെ രാജസ്ഥാനിലെ ബാർമറിലും ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളിലെല്ലാം ഈ ഡ്രോൺ അറ്റാക്കിനുമുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഭീരുത്വം നിറഞ്ഞ നടപടിയാണ് പാകിസ്ഥാൻ നടത്തുന്നത്. രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ ഇത്തരമൊരു ഉറപ്പ് നൽകിയതിന് ശേഷമാണ് പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ സേന കനത്ത തിരിച്ചടികൾ നൽകുന്നുണ്ട്. BSF പാകിസ്ഥാന്റെ പോസ്റ്റുകൾക്ക് നേരെ വെടി ഉതിർക്കുന്നുണ്ട്. ജമ്മുവിലെ അഗ്നൂർ മേഖലയിലാണ്, അഗ്നൂർ സെക്ടറിലാണ് BSFും അതുപോലെ തന്നെ പാകിസ്ഥാൻ സേനയും തമ്മിൽ നേർക്കുനേറുള്ള പോരാട്ടം ഇപ്പോൾ നടക്കുന്നത്. അവിടെയാണ് ഒരു BSF ജവാന്റെ വീരമൃത്യു വരിച്ചിരിക്കുന്നത് എന്ന അതീവ ദുഃഖകരമായ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. അഗ്നൂരിലാണ്
തുടർന്ന് നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കടക്കുകയാണ്. അവിടെയാണ് ഒരു BSF ജവാൻ വീരമൃത്യു വരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നത്. നിർണായകമായ തീരുമാനം വന്നതിന് ശേഷവും പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം തുടരുകയാണ്. ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്യുന്നുണ്ട്.